സോ ഞാനിവിടെ എന്തെങ്കിലും കാര്യത്തിൽ കോഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ കോഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പൈച്ചാം എന്ന് പറയുന്ന ഒരു എഡിറ്ററാണ്. പൈച്ചാം കമ്മ്യൂണിറ്റി എഡിഷൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി എഡിഷൻ എല്ലാവർക്കും ഫ്രീ ആണ്. ഇതുപോലെ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ്, ആറ്റം, സബ്ലൈം, ഇങ്ങനെ കുറെ ഐഡിയസ് കിട്ടും. പൈച്ചാം ഒന്നുകൂടി നല്ലതാണ്, ഒരു ഓപ്പൺ സോഴ്സ് ആണ്, ഒന്നുകൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നി. പൈത്തന് വേണ്ടിയായിട്ട് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീമിയം വെർഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഞാൻ എഡിറ്റർ എന്ന രീതിയിൽ ഞാൻ യൂസ് ചെയ്യുന്നത് പൈച്ചാമാവും. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഒരു പ്രോബ്ലത്തെ കറക്റ്റായിട്ട് നോട്ട് ചെയ്തെടുക്കുക. എന്താണ് നമ്മുടെ പ്രോബ്ലം എന്നുള്ളത് കറക്റ്റായിട്ട് നോട്ട് ചെയ്തെടുക്കുക. സോ ഞാനിവിടെ ആദ്യം ഒരു ഗൂഗിൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണം. ആർട്സ് മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ എന്നുള്ളതാണ് ഞാൻ പേരിടുന്നത്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ചിന്തിക്കുകയാണ്, ഈ ആർട്സ് മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓവറോൾ ത്രെഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സാധാരണ സ്റ്റുഡന്റ് വന്ന് കയറുന്ന സമയത്ത് എന്തായിരിക്കും ചെയ്യുക? വന്ന് കയറുന്ന സമയത്ത് ആൾക്കൊരു ഒരു ലോഗിൻ ചെയ്യാനുള്ള പേജ് വേണം, അല്ലെ? ഓക്കെ, അപ്പം ഫസ്റ്റ് ടൈം ഒരാൾ വന്നു കഴിയുമ്പം ഐതർ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്കൂളിലാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ആ സ്കൂളിലുള്ള സകല സ്റ്റുഡൻസിനും പേരിലും അവർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, യൂസർ നെയിമും പാസ്വേഡും നമുക്ക് അവർക്ക് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ത് ചെയ്യാം, അവർ തന്നെ വന്നോട്ടെ, അവർക്ക് അവരുടെ ഇഷ്ടാനുസരണം സൈനപ്പ് ചെയ്യാം. സൈനപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിയുമ്പം അവർക്ക് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ഡാഷ്ബോർഡ് ലഭ്യമാണ്. അല്ലെങ്കിൽ എന്താ പറയുക, അവർക്ക് കംപ്ലീറ്റ് പ്രോഗ്രാംസിന്റെ ഇവന്റ്സിന്റെ ലിസ്റ്റ് ലഭ്യമാണ്. സോ ആദ്യം സ്റ്റുഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവരെ പാർട്ടിസിപ്പൻസ് എന്ന് വിളിക്കാം. ഓക്കെ, സോ വി ഹാവ് പാർട്ടിസിപ്പൻസ്. ഏതൊക്കെ യൂസർ ടൈപ്സ് എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. നമുക്ക് പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞൊരു യൂസർ ടൈപ്പ് ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, അത് നമ്മുടെ സാധാ സ്റ്റുഡൻസ് ആണ്. സോ അവർക്ക് പാർട്ടിസിപ്പൻസ് എന്താണ് പാർട്ടിസിപ്പൻസിന് കിട്ടുന്നത്? ആദ്യം നമുക്ക് പറഞ്ഞു ഒരുപാട് പാർട്ടിസിപ്പൻസ് കാണും. ലെറ്റ് ദം themselves sign up to the platform. So we should have a sign up platform. Then ഓൾറെഡി സൈൻ അപ്പ് ചെയ്താണെങ്കിൽ യൂഷ്വലി എന്ത് ചെയ്യണം, അവർക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി വേണം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ടൈം ഒരു സ്റ്റുഡന്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അവർ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് തരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒരു പ്രാവശ്യം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ ഒരു യൂസർ നെയിമും ഒരു പാസ്വേഡും കൂടെ അവരോട് കോൺഫിഗർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുകൂടെ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അത് യുണീക്ക് ആണെന്ന് നമ്മൾ എൻഷുർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഈ യൂസർ നെയിം പാസ്വേഡും മാത്രം മതി. ബാക്കിയുള്ള ഡേറ്റാസ് ഒക്കെ നമുക്ക് ഓൾറെഡി എടുത്തു വെക്കാം. അപ്പോൾ ഈ ഒരു യൂസർ നെയിമും പാസ്വേഡും കണ്ടു കഴിയുമ്പോൾ അത് ഇന്ന ആളാണ്, ഇന്ന ആൾ ഇതിനു മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് എന്ന് നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. അപ്പം സൈനപ്പ് പേജായി, ലോഗിൻ പേജായി. പിന്നെ വരുന്നത് നേരെ പുള്ളിയുടെ ഒരു ഡാഷ്ബോർഡ് നമുക്ക് പറയാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി ഒരു പേജിലോട്ട് എത്തും. ആ ഒരു പേജിനെ നമുക്ക് ഡാഷ്ബോർഡ് എന്ന് പറയാം. ഫൈൻ. അപ്പം ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ ആ ഡാഷ്ബോർഡിൽ ലിസ്റ്റ് ഓഫ് ഇവന്റ്സ് കാണും. ഓക്കെ, അപ്പം ലിസ്റ്റ് ഓഫ് ഇവന്റ്സ് എന്ന് പറയുമ്പം അവിടെ നടക്കാൻ പോകുന്ന ഇവന്റ്സ് ആണ്. അപ്പൊ ഈ ഇവന്റ്സ് ആരാണ് കയറ്റുന്നത്? ഈ ഇവന്റ്സ് മാറിക്കൊണ്ടിരിക്കും, കൂടുതൽ എത്ര എണ്ണം വേണമെന്നാലും ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും അവിടുത്തെ കോർഡിനേറ്റേഴ്സ് ആയിരിക്കും, അല്ലെ? ഓക്കെ, അപ്പോൾ പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് മാത്രമല്ല, നമുക്ക് കോർഡിനേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് കൂടെ വേണം. ഓക്കെ, കോർഡിനേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് കൂടെ വേണം. അപ്പൊ ഈ കോർഡിനേറ്റേഴ്സിന്റെ ഉദ്ദേശം എന്താണ്? അവരായിരിക്കും ഈ സിസ്റ്റത്തെ മാനേജ് ചെയ്യുന്നത്. പാർട്ടിസിപ്പൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, അവർക്ക് അപ്പം ഈ ഇവന്റ്സിനെ ആഡ് ചെയ്യുന്നത് ആരായിരിക്കും? കോർഡിനേറ്റേഴ്സ് ആയിരിക്കും. അപ്പം നമുക്കതൊന്ന് സൈഡിൽ എഴുതിയിട്ട് പോവാം.
ഫൈൻ. ഓക്കെ. അപ്പം ഇവന്റ്സ് ആഡ് ചെയ്യാന്ന് പറയുന്ന അവരുടെ ഉദ്ദേശമാണ്. പിന്നെ രണ്ടാമത് ഇവരുടെ ഡാഷ്ബോർഡിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ലിസ്റ്റ് ഓഫ് ഇവന്റ്സ് വിച്ച് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടിസിപ്പന്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ലിസ്റ്റ് ഓഫ് ഇവന്റ്സ് ആയിരിക്കണം അവിടെ കാണിക്കുന്നത്. കാരണം ചിലപ്പം 12 മണിക്ക് നടക്കാൻ പോകുന്ന ഒരു ഇവന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ രജിസ്ട്രേഷൻ ചിലപ്പം 10 മണിയോടെ ക്ലോസ് ചെയ്യും, അല്ലെ? അപ്പോൾ ലിസ്റ്റ് ഓഫ് ഇവന്റ്സ് വിച്ച് എ പാർട്ടിസിപ്പന്റ് ക്യാൻ രജിസ്റ്റർ. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മറ്റൊരു ലിസ്റ്റ് കാണുക. അപ്പം ഇതിനകത്ത് ഉദ്ദേശം ഓക്കെ, ഇന്നിപ്പോ 10 മണിയായെങ്കിൽ 12 മണിക്ക് കഴിഞ്ഞതിന് ശേഷം വരാൻ പോകുന്ന അല്ലെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഇവന്റ്സ് മാത്രമായിരിക്കും ഇവിടെ കാണിക്കുക, അല്ലേ? നമുക്ക് മറ്റൊരു ലിസ്റ്റ് കാണിക്കാം. ലിസ്റ്റ് ഓഫ് അപ്കമിങ് ഇവന്റ്സ്. അടുത്തൊരു 2 മണിക്കൂറിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ 3 മണിക്കൂറിൽ വരാൻ പോകുന്ന ഇവന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ലിസ്റ്റ് ഓഫ് അപ്കമിങ് ഇവന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ലിസ്റ്റ് കാണിക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ. ഓക്കെ. മൂന്നാമത് എന്ത് കാണിക്കാൻ പറ്റും? പാസ്റ്റ് ഇവന്റ്സ് വേണമെങ്കിൽ കാണിക്കാം. ഓക്കെ. പാസ്റ്റ് ഇവന്റ്സ്, ആ ഇവന്റ്സിന്റെ റിസൾട്ട് പബ്ലിഷ് ആണെങ്കിൽ എന്തൊക്കെയാണ് ആ റിസൾട്ട് പബ്ലിഷ്ഡ്. അപ്പം റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള പാസ്റ്റ് ഇവന്റ്സ് നമുക്ക് അവിടെ കാണിക്കാൻ പറ്റും. റിസൾട്ട് പബ്ലിഷ് ചെയ്യാത്ത പാസ്റ്റ് ഇവന്റ്സ് ഉണ്ട്, അതും വേണമെങ്കിൽ നമുക്ക് കാണിക്കാം. പാസ്റ്റ് ഇവന്റ്സ് അവൈറ്റിംഗ് ഫോർ റിസൾട്ട്സ്. ഓക്കെ. അപ്പോൾ 4 ടൈപ്പ് ലിസ്റ്റായി. ലിസ്റ്റ് ഓഫ് ഇവന്റ്സ് വിച്ച് എ പർട്ടിക്കുലർ പാർട്ടിസിപ്പന്റ് ക്യാൻ രജിസ്റ്റർ. പാർട്ടിസിപ്പന്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഇവന്റ് എന്തൊക്കെയാണ്, പിന്നെ എന്താണ് അപ്കമിങ് വരാൻ പോകുന്ന ഇവന്റ് എന്തൊക്കെയാണ്, പിന്നെ പബ്ലിഷ് ചെയ്ത ഇവന്റ്സ്, പാസ്റ്റ് ഇവന്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള പാസ്റ്റ് ഇവന്റ്സ് എന്തൊക്കെയാണ്, പിന്നെന്താണ് റിസൾട്ട്സിന് വേണ്ടി റിസൾട്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഇവന്റ്സ് ഏതൊക്കെയാണ്. ഓക്കെ. അപ്പോൾ എന്താണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാഷ്ബോർഡിൽ കാണിച്ചു കൊടുക്കുന്നു. ഇനി അടുത്ത നമുക്ക് സ്കോർ ബോർഡ് എന്ന് പറഞ്ഞൊരു പേജ് കാണാം. സ്കോർ ബോർഡ് എന്ന് പറയുന്ന പേജിനകത്ത് ശരിക്കും സംഭവിക്കുന്നത് ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ആയിരിക്കും ആക്ച്വലി. അത് ഓരോ ഇവന്റും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ജയിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർക്ക് ഇത്ര പോയിന്റ്സ് അഡ്മിൻ അല്ലെങ്കിൽ കോർഡിനേറ്റേഴ്സ് കൊടുക്കും. ആ പോയിന്റ്സ് കിട്ടിയിരിക്കുന്ന പോയിന്റ്സ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് വന്നിരിക്കുന്ന ആരാണോ ആ ഒരു ഓർഡറിൽ എന്ത് ചെയ്യാം, ഈ സ്കോർ ബോർഡിനെ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഈ ഇവന്റ്സിനെ ലിസ്റ്റ് ഔട്ട്, ഇവന്റ്സിനല്ല ഈ പാർട്ടിസിപ്പൻസിനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണിക്കാം. അതാണല്ലോ ബേസിക്കലി സ്കോർ ബോർഡ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സ്കോർ മേടിച്ചാണ് ഏറ്റവും മുകളിൽ നിൽക്കും. അപ്പോൾ സ്കോർ ബോർഡ് എന്ന് പറഞ്ഞൊരു പേജ് വേണം. പിന്നെ നമുക്ക് ലോഗ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ വേണം. ഓക്കെ. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു യൂസർ ആദ്യം വന്നിട്ട് ഒരു യൂസർ നെയിം പാസ്വേഡും തന്നു കഴിയുമ്പോൾ, ഇപ്പം സപ്പോസ് ഞാനാണെങ്കിൽ എൻ്റെ യൂസർ നെയിം പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ സെർവർ വിചാരിക്കുന്നത് ഓക്കെ, ഈ ബ്രൗസറിൽ നിന്ന് ഇനി ആരെന്ത് പറഞ്ഞാലും അത് ജെറിൻ പറയുന്നതാണ് എന്ന വിശ്വാസത്തിൽ വേണം എടുക്കാൻ എന്നുള്ളതാണ് ഒരു ലോഗിൻ ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഒരു സെർവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ പണി കഴിയുമ്പോൾ ഞാൻ ലോഗ് ഔട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വേറെ ആരെങ്കിലും വന്ന് ഉപയോഗിക്കുമ്പോഴും വേറെ ആരെങ്കിലും വന്ന് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പം നിങ്ങളാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, ഞാൻ ലോഗ് ഔട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ സെർവർ വരുന്നതിന് മുമ്പ് ലോഗിൻ ചെയ്തിരിക്കുന്ന ആരാ, ഞാനാണ്. അപ്പോൾ ഞാനാണ് അത് റിക്വസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലായിരിക്കും സെർവർ തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ട് എൻ്റെ പരിപാടി കഴിഞ്ഞ് കഴിയുമ്പോൾ ലോഗ് ഔട്ട് ചെയ്യണം. അതിനുവേണ്ടി ലോഗ് ഔട്ട് എന്നൊരു ഫീച്ചർ കൊടുക്കണം. ഓക്കെ. ഈ കോർഡിനേറ്റേഴ്സ് എന്താ, കോർഡിനേറ്റേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും അഡ്മിൻസ് ആണ്, അല്ലെ? അഡ്മിൻസ് ആണ്. അപ്പോൾ അവർക്ക് യൂഷ്വലി എന്ത് ചെയ്യാൻ പറ്റണം, ലോഗിൻ ചെയ്യാൻ പറ്റണം. അഡ്മിൻ ലോഗിൻ ചെയ്യാൻ പറ്റണം. പിന്നെ അവർക്ക് ഇവന്റ്സ് ആഡ് ചെയ്യാൻ പറ്റണം. വേണമെന്നുണ്ടെങ്കിൽ ഈ യൂസേഴ്സിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റണം. മാനേജ് യൂസേഴ്സ്. ഓക്കെ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റണം, യൂഷ്വലി ലോഗ് ഔട്ട് ചെയ്യാൻ പറ്റണം, നമുക്ക് ലാസ്റ്റ് പറയാം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഇവന്റിന്റെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യാൻ പറ്റണം. ക്യാൻ ഒരു ഇവന്റിന്റെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യാൻ പറ്റണം.
പിന്നെ ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇവന്റിന്റെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവന്റ് നടക്കുന്ന സമയം നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതിനുശേഷം ഇവന്റിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാം. പബ്ലിഷ് ഓക്കെ. അപ്പം കോർഡിനേറ്റർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ലോഗിന് ഇവന്റ്സ് ആഡ് ചെയ്യുക, എന്തെങ്കിലും കാരണവശാൽ യൂസേഴ്സിനെ മാനേജ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ യൂസേഴ്സിനെ മാനേജ് ചെയ്യുക. പിന്നെ ക്യാൻ ക്ലോസ് രജിസ്ട്രേഷൻ ഓഫ് ആൻ ഇവന്റ്, ഒരു ഇവന്റിനെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യാൻ പറ്റുക. പിന്നെ പബ്ലിഷ് റിസൾട്ട് ഓഫ് ആൻ ഇവന്റ്, പബ്ലിഷ് റിസൾട്ട് ഓഫ് ആൻ ഇവന്റ്, ലോഗ് ഔട്ട്. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങളായിരിക്കും ഒരു കോർഡിനേറ്റർക്ക് ചെയ്യാൻ പറ്റുക, അല്ലേ? സോ ഇതാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഇപ്പൊ കിട്ടി. ഒരു സിസ്റ്റം വേണം, ഒരു വെബ്സൈറ്റ് ആണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഒരുപാട് ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാനുള്ളതാണ്. നമ്മുടെ കോളേജിലുള്ള അത്രയും പേര് എല്ലാവരും നമ്മുടെ മൊബൈൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ശരിക്കും പ്രാക്ടിക്കൽ അല്ലായില്ല. എന്നാലും ഈ ഒരു ഇവന്റിന് വേണ്ടി മാത്രമായിട്ട് ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കുന്ന എക്സ്പെൻസ് കുറയ്ക്കാം. അതുപോലെ അതെല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ഒരു URL നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ URL കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ റിസൾട്ട് കാണാൻ പറ്റും. അപ്പം ഒരു വെബ്സൈറ്റ് വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ. അപ്പം എന്ത് ചെയ്യാം, ആർക്ക് വേണമെന്ന് എവിടെ വന്ന് ഹാൻഡിൽ ചെയ്യാം. ഈസി അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ഇങ്ങനെ സാധനം ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ശരിക്കും 2 ടൈപ്പ് യൂസേഴ്സ് വരുന്നുണ്ട്. ബാക്കി എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഒരു ആർട്സ് കോളേജിൽ ഒരു ആർട്സ് നടന്നു കഴിയുമ്പോൾ അതിൻ്റെ സ്കോർസ് മാനേജ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്. അപ്പം യൂഷ്വലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇവന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഇവന്റ്സിനെ അല്ല, എന്താ രജിസ്ട്രേഷൻസ് വ്യൂ ചെയ്യാൻ പറ്റണം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം കൂടെ വിട്ടുപോയി. നമുക്കൊരു പാർട്ടിസിപ്പൻസിന് രജിസ്റ്റർ ചെയ്യാനുള്ള രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഇവന്റ്സ് കാണിച്ചാൽ മാത്രം പോരാ, ഒരു പാർട്ടിസിപ്പന്റിന് അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യാനും പറ്റണം, വേണ്ടേ? ഞാനത് വിട്ടുപോയി. അപ്പം എന്താ, ഒരു ഇവന്റിന് രജിസ്റ്റർ ചെയ്യാനും പറ്റണം. അതുപോലെ തന്നെ അപ്കമിങ് ഇവന്റ്സിന്റെ ലിസ്റ്റ് കാണിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു പറഞ്ഞേ. അപ്പം നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമുക്കൊരു വെബ്സൈറ്റായിട്ട് ചെയ്യാം നമുക്ക്. പക്ഷെ അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ടേക്ക് കെയർ ചെയ്തത്? അപ്പം ഇതിനകത്ത് കുറേ ഡേറ്റ ഉണ്ട്. ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഡേറ്റാബേസ് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. പക്ഷെ എന്താണ് ഡേറ്റാബേസ്, എങ്ങനെയാണ് ഈ ഡേറ്റ ഏറ്റവും അടിപൊളിയായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുക, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.